ഭാഗം 13. മെൽഷിസെഡെക്ക് കേട്ടതും കണ്ടതും. സാറ പുറത്തുപോയ സമയം മെൽഷിസെഡെക്കിന് അറിയാം. അവൾ കുറച്ചു സമയം കഴിഞ്ഞേ വരികയുള്ളൂ എന്ന്. പുറത്തു മഴ പെയ്യുന്നുണ്ട്. മെൽഷിസെഡെക്ക് മാളത്തിൽ നിന്നും ഇറങ്ങി. അപ്പോഴുണ്ട് കറുത്ത് 2 പേർ മേൽക്കൂരയിലൂടെ അകത്തേക്ക് വരുന്നു. 2 പേരിൽ ഒന്ന് രാംദാസാണ്. രണ്ടാമത്തെയാൾ ഇന്ത്യക്കാരൻ്റെ സെക്രട്ടറിയും. മെൽഷിസെഡെക്കിന് കാര്യമൊന്നും മനസ്സിലായില്ല. എല്ലാം കാണാമെന്നോർത്ത് മാളത്തിലേക്ക് കയറി നോക്കി നിന്നു. അത് എലിയുടെ വാലല്ലേ? രാംദാസ് ചോദിച്ചു. അതെ, കുറേ എണ്ണം ഉണ്ടാകാം. ഇതൊക്കെ ആ കുട്ടിയെ പേടിപ്പിക്കില്ലേ? ആ കുട്ടി എല്ലാവരുടെയും ചങ്ങാതിയാണ്. മറ്റു കുട്ടികളെപ്പോലെയല്ല. അവൾ എന്നെ കാണാത്തപ്പോഴും ഞാൻ അവളെ ശ്രദ്ധിക്കാറുണ്ട്. അവൾ ആകാശം നോക്കിയിരിക്കുന്നതും പക്ഷികളെ നിരീക്ഷിക്കുന്നതുമൊക്കെ ഞാൻ കണ്ടിരുന്നു. അവളുടെ യജമാനത്തി ഒരു പിശാചാണ്. നിങ്ങൾക്ക് അവളെപ്പറ്റി ധാരാളം അറിയാമല്ലോ? സെക്രട്ടറി ചോദിച്ചു. അറിയാം, ഞാൻ കാണുന്നതല്ലേ എല്ലാം. അവൾ ഉടനെ വരില്ലല്ലോ. നമ്മളെ കണ്ട് പേടിക്കുമോ? ഇല്ല. അവർ ആ മുറി ആകെ പരിശോധിച്ചു. അവിടെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതിയെടുത്തു. രാംദാസ് അതിനിടയിൽ പറഞ്ഞു, കുട്ടി അറിയാതെ രാത്രിയിൽ ഞാൻ ഇവിടെ വന്ന് നോക്കാറുണ്ട്. ഇവിടെ വരുന്ന കൂട്ടുകാരെയും ഞാൻ കണ്ടിരുന്നു. ശരി, ഞാൻ എല്ലാം കുറിച്ചെടുത്തു. ഇനി പോകാം. മെൽഷിസെഡെക്ക് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ടാൽ അവർ വെറുതെ വിടുകയില്ലെന്നും തൻ്റെ അവസാനമായിരിക്കുമെന്നും മെൽഷിസെഡെക്ക് ഭയപ്പെട്ടു. അവർ പോകാനുള്ള തയ്യാറെടുപ്പ് കണ്ടപ്പോഴാണ് അതിന് ശ്വാസം നേരെയായത്. കാരിസ്ഫോർഡ് സാഹിബിന് നല്ലൊരു മനസ്സുണ്ട്. കുട്ടിയെ കാണാത്തതിൽ അദ്ദേഹത്തിനുള്ള ദുഃഖത്തിന് കണക്കില്ല. ദൈവം ആ കുട്ടിയെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിക്കട്ടെ. 2 പേരും ജനാലയിലൂടെ ഇറങ്ങി മേൽക്കൂരയിലൂടെ അപ്പുറത്തേക്ക് പോയി. ഭാഗം 14. മായാജാലം. സാറ അടുത്ത വീടിന് മുന്നിലൂടെ പോകുമ്പോൾ ഇന്ത്യക്കാരൻ സാധാരണ പോലെ സന്തോഷമില്ലാതെ ഇരിക്കുന്നത് കണ്ടു. പാവം മനുഷ്യൻ എന്തായിരിക്കാം വിചാരിക്കുന്നുണ്ടാവുക? സാറ ആലോചിച്ചു. അതുപോലെ തന്നെയാണ് അയാളും കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചത്. സാറ വീട്ടിലെത്തുമ്പോൾ മിൻജിൻ മുന്നിലുണ്ട്. കണ്ടപാടെ അവർ വഴക്കു പറയാൻ തുടങ്ങി. എവിടെയായിരുന്നു നീ ഇതുവരെ? മണിക്കൂറുകളായല്ലോ പുറത്തു പോയിട്ട്. വഴിയൊക്കെ മോശമായി. ഒരു ഒഴിവ് കഴിവും പറയണ്ട, കളവും വേണ്ട. സാറ അടുക്കളയിലേക്ക് കയറി. അവിടെയും വഴക്ക് തന്നെ. വിശക്കുന്നത് കൊണ്ട് അവൾ ചോദിച്ചു, തിന്നാൻ എന്തെങ്കിലും കിട്ടുമോ? എല്ലാം തീർന്നു. ഞാനെന്താ നിന്നെയും കാത്ത് നിൽക്കണോ? രാത്രിയും ഒന്നും കിട്ടിയില്ല. സാറ വിഷമം അറിയിച്ചു. അവിടെ റൊട്ടി ഉണ്ടാവും. സാറ ചൂണ്ടിക്കാണിച്ച ഭാഗത്തു നിന്നും പഴകി ഉണങ്ങിയ റൊട്ടി എടുത്തു. സാറ മുറിയിലെത്തിയപ്പോൾ മെഴുകുതിരിയുടെ വെളിച്ചം കണ്ടു. എർമൻഗാർഡ് ആയിരിക്കുമെന്ന് അവൾക്കറിയാം. എർമൻഗാർഡിനെ കണ്ട് സാറ സന്തോഷിച്ചു. ഇന്ന് നിന്നെ കാണുമെന്ന് വിചാരിച്ചില്ല. പപ്പ എനിക്ക് കുറേ പുസ്തകങ്ങൾ കൂടി അയച്ചു തന്നു. ഇതാ അതെല്ലാം. സാറ ആ പുസ്തകങ്ങൾ വാങ്ങി. എനിക്കിഷ്ടമായി. ഞാൻ ആഗ്രഹിച്ച പുസ്തകങ്ങളുണ്ട്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ പപ്പ പുസ്തകത്തെക്കുറിച്ചെല്ലാം ചോദിക്കും. നീയും വായിക്കണം. തൽക്കാലം ഞാൻ വായിച്ച് പറഞ്ഞു തരാം. ഇപ്പോൾ അത് മതി. സാറ, നിന്റെ സഹായത്തിന് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. നീ പറഞ്ഞു തരുമ്പോൾ എനിക്ക് കുറേയൊക്കെ ഓർമ്മിക്കാൻ കഴിയും. എനിക്ക് നീ ഒന്നും തരേണ്ട. ഇനിയും പുസ്തകങ്ങൾ കൊണ്ടുവന്നാൽ മതി. എർമൻഗാർഡിന് സന്തോഷമായി. എർമൻഗാർഡിന് സാറയുടെ ഫ്രഞ്ച് പഠന സഹായമാണ് വേണ്ടത്. ലോട്ടിക്ക് കണക്കാണ് പ്രയാസം. സാറയുടെ സഹായം കൊണ്ട് മിൻജിൻ്റെ മുന്നിൽ 2 പേരും വഴക്ക് കേൾക്കാതെ കഴിയുന്നു. സാറയുടെ മുഖം വിളറിയിരുന്നു. ജോലി കൂടുതലും ഭക്ഷണക്കുറവുമാണ് സാറയുടെ വിഷമമെന്ന് എർമൻഗാർഡ് മനസ്സിലാക്കിയില്ല. നിന്നെപ്പോലെ മെലിഞ്ഞിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നീ പക്ഷേ വേണ്ടതിലധികം മെലിഞ്ഞിട്ടാണ്. നിന്റെ കണ്ണുകൾ വലിയതാണ്. ശരിയാണ്, ഞാൻ എപ്പോഴും മെലിഞ്ഞിട്ടാണ്.
എനിക്ക് വലിയ പച്ച കണ്ണുകളുമാണുള്ളത്. സാറ സമ്മതിച്ചു. എർമൻഗാർഡ് അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ കണ്ണുകൾ എനിക്കിഷ്ടമാണ്, വളരെ വളരെ ഇഷ്ടമാണ്. ഇത് പൂച്ച കണ്ണുകളാണ്. പക്ഷേ പൂച്ചക്കളെപ്പോലെ ഇരുട്ടിൽ കാണാനൊന്നും എനിക്ക് കഴിയില്ല. സാറ ചിരിച്ചു. ഒരു കറുത്ത മുഖം മുറിയിലേക്ക് നോക്കുന്നതായി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. നേരിയ ശബ്ദമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സാറ തിരിച്ചറിഞ്ഞു. അത് മെൽഷിസെഡക്കല്ല. അതിൻ്റെ ശബ്ദം ഇങ്ങനെയല്ല. നീ എന്തെങ്കിലും ശബ്ദം കേട്ടിട്ടാണോ സാറ പറയുന്നത്? നീ കേട്ടില്ലേ എർമൻ? ഇല്ല, ഒന്നും ഉണ്ടാവില്ല സാറ. അത് ബെക്കിയെ വഴക്കു പറയുന്നതാ. ബെക്കി കരയുമോ? എർമൻഗാർഡ് തിരക്കി. ശബ്ദമുണ്ടാക്കല്ലേ. അടുക്കളയിൽ നിന്ന് ആഹാര സാധനങ്ങൾ കാണാതാവുന്നു എന്ന പരാതിയിൽ മിൻജിൻ ബെക്കിയെ വഴക്കു പറഞ്ഞു. കളവ് ചെയ്താൽ ജയിലിലിടുമെന്ന് ഭീഷണിപ്പെടുത്തി. അവൾക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെ എന്തെങ്കിലും എടുത്ത് തിന്നുപോയിട്ടുണ്ടാവും. വിശപ്പ് സഹിക്കാഞ്ഞിട്ടല്ലേ? സാറ വിതുമ്പിപ്പോയി. എർമൻഗാർഡിന് അപ്പോഴാണ് സാറയുടെ ശരീരത്തെക്കുറിച്ച് ചിന്തയുണ്ടായത്. സാറ, നീ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. നിനക്ക് എപ്പോഴെങ്കിലും വിശപ്പ് തോന്നിയിട്ടുണ്ടോ? ഒരു വല്ലാത്ത സമയത്താണ് എർമൻഗാർഡ് ചോദിച്ചു പോയത്. ഉണ്ട്, നിന്നെ പിടിച്ചു തിന്നാനുള്ള വിശപ്പുണ്ട് എനിക്ക്. പാവം ബെക്കിക്ക് എന്നേക്കാൾ വിശപ്പുണ്ട്. എർമൻഗാർഡ് ഞെട്ടിപ്പോയി. സാറ, ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. എനിക്കത് ശീലമാണ്. ഒരു തെരുവ് ഭിക്ഷാടകയെപ്പോലെ ഞാനത് ശീലിച്ചു കഴിഞ്ഞു. നീ അങ്ങനെയല്ല സാറ, അങ്ങനെ ആവരുത്. ഒരു ദിവസം ഒരു കുട്ടി എനിക്ക് ചില്ലറ നാണയങ്ങൾ തന്നു. അതിവിടെയുണ്ട്. സാറ ഒരു തുണിക്കഷ്ണത്തിൽ കെട്ടിയ നാണയങ്ങൾ എടുത്തു കാണിച്ചു. ആരായിരുന്നു അത്? ഒരു നല്ല കുട്ടിയായിരുന്നു. വലിയ കുടുംബത്തിലെ കുട്ടി. എനിക്കൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ തന്നതാണ്. എർമൻഗാർഡ് ഞെട്ടിപ്പോയി. സാറ, ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചതേയില്ല. എന്ത്? എൻ്റെ മാമി എനിക്ക് കേക്കും മറ്റും പെട്ടിയിലാക്കി തന്നിരുന്നു. ഞാൻ അതൊന്നും ഓർത്തില്ല. പപ്പ തന്ന പുസ്തകം മാത്രമായിരുന്നു മനസ്സിൽ. ഞാൻ ഉടനെ അത് കൊണ്ടുവരാം. നമുക്ക് ഒരുമിച്ചിരുന്ന് അത് തിന്നാം. എർമൻഗാർഡ് ഓടിപ്പോയി. എല്ലാവരും വിളക്കണച്ച് കിടന്ന സമയമാണ്. എർമൻഗാർഡിനെ ആരും കാണുകയില്ല എന്ന ഉറപ്പുണ്ടവൾക്ക്. ബെക്കിയുടെ നേർത്ത കരച്ചിൽ അപ്പോഴും കേൾക്കുന്നുണ്ട്. സാറ ചുമരിൽ 4 മുട്ടുമുട്ടി. അതിനർത്ഥം എൻ്റെ അടുത്തേക്ക് വരൂ, ചിലത് പറയാനുണ്ട് എന്നാണ്. 5 മുട്ട് കേട്ടു മറുപടിയായി. ബെക്കി വരുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. ബെക്കി വന്നപ്പോൾ എർമൻഗാർഡ് ഭക്ഷണ സാധനം എടുക്കാൻ പോയിട്ടുണ്ടെന്നറിഞ്ഞ് പ്രതീക്ഷയോടെ നിന്നു. എർമൻഗാർഡ് വേഗത്തിൽ വന്നു. അവർ കൈകളിൽ കേക്കിൻ്റെ ഓരോ കഷ്ണം എടുത്തു പിടിക്കുന്നതിന് മുന്നേ ആരോ മുറിയിലേക്ക് വരുന്നു എന്ന തോന്നലുണ്ടായി. അവർ മൂവരും ശബ്ദം ശ്രദ്ധിച്ചു. വരുന്നുണ്ട്, സാറ പറഞ്ഞു. നിമിഷങ്ങൾക്കകം മിൻജിൻ മുറിയിലേക്ക് കയറി. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ കണ്ടിരുന്നില്ല. ലാവനിയ സത്യം പറഞ്ഞു. മിൻജിൻ ബെക്കിയുടെ ചെവി പിടിച്ച് തിരുമി. അവളോട് പറയുകയും ചെയ്തു, നാളെ രാവിലെ നീ ഇവിടുന്ന് പൊയ്ക്കൊള്ളണം. എർമൻഗാർഡ് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. അവളെ പറഞ്ഞയക്കല്ലേ, എൻ്റെ മാമി തന്നയച്ചതാണിത്. മിൻജിൻ സാറയുടെ നേരെ തിരിഞ്ഞു. ഇതൊക്കെ നിന്റെ ബുദ്ധിയാണ്. എർമൻഗാർഡിന് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിയില്ല. പൊയ്ക്കോ ഇവിടുന്ന്. ബെക്കിക്ക് കൽപ്പന കിട്ടിയപ്പോൾ അവൾ അവിടെ നിന്നും പോയി. മിൻജിൻ സാറയ്ക്കുള്ളത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. നാളെ നിനക്ക് പ്രാതലും ഉച്ചഭക്ഷണവും അത്താഴവും കിട്ടുകയില്ല. സാറ ശാന്തയായി പറഞ്ഞു. ഇന്നും അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത് വളരെ നന്നായി, മിൻജിൻ ക്രൂരമായി പറഞ്ഞു. അവർ എർമൻഗാർഡിന് നേരെ തിരിഞ്ഞു. ഇത്ര നല്ല പുസ്തകങ്ങൾ ഈ വൃത്തികെട്ട സ്ഥലത്താണോ കൊണ്ടുവന്നിരിക്കുന്നത്? എല്ലാം എടുത്തുകൊണ്ട് പോ. നിന്റെ പപ്പയ്ക്ക് ഞാനിതൊക്കെ എഴുതുന്നുണ്ട്.
സാറ മിൻജിൻ്റെ മുഖത്തേക്ക് നോക്കി. നീ എന്താ നോക്കി പേടിപ്പിക്കുകയാണോ? അല്ല, ഞാൻ ആലോചിക്കുകയാണ്. നിനക്കെന്താ ആലോചിക്കാനുള്ളത്? ഞാൻ അത്ഭുതത്തോടെ ആലോചിക്കുന്നത് ഞാൻ എവിടെയാണുള്ളതെന്ന് പപ്പ അറിഞ്ഞാലോ എന്ന്. മിൻജിൻ സാറയുടെ ചുമലുകളിൽ പിടിച്ച് കുലുക്കി. നിനക്കിതൊക്കെ പറയാനുള്ള ധൈര്യമായോ? പുസ്തകങ്ങളെല്ലാം എടുത്ത ശേഷം മിൻജിൻ പറഞ്ഞു, നിനക്ക് നാളെ രാവിലെ ഞാൻ കാണിച്ചു തരാം. സാറയെ ശാസിച്ച മിൻജിൻ എർമൻഗാർഡിനോട് മുറിയിലേക്ക് പോകാൻ നിഷ്കർഷിച്ചു. അവളുടെ പിന്നാലെ നടന്നു. സാറ ഒറ്റയ്ക്കായി. അവൾ കൈകളിൽ മുഖം താങ്ങിക്കൊണ്ടിരുന്നു. എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്ന് സാറയ്ക്ക് ഓർമ്മയില്ല. തളർന്നു പോയിരുന്നു സാറ. എങ്ങനെയോ ഉറക്കം തെളിഞ്ഞു. ആരോ വിളിച്ചതുപോലെ തോന്നി. ആദ്യം കണ്ണ് തുറന്നില്ല. എന്തോ ഉണ്ട് ഉണരുന്നതിന് വേണ്ടി മുറിയിൽ എന്നൊരു തോന്നൽ. കണ്ണു തുറന്നപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു. കമ്പിളി കൊണ്ട് പുതച്ചിരിക്കുകയാണ് അവൾ. അത് നന്നായി തൊട്ടു നോക്കി. യഥാർത്ഥമാണ്. മേശമേൽ പുസ്തകങ്ങൾ. അതിൻ്റെ മുകളിൽ കടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, തട്ടിൻ മുകളിലെ കൊച്ചു പെൺകുട്ടിക്ക് ഒരു ചെങ്ങാതിയുടെ വക. വിചിത്രമായിരിക്കുന്നു. സാറയുടെ കണ്ണിൽ നിന്നും കുടുകുടാ കണ്ണീരൊഴുകി. ആരാണെന്നറിയില്ലെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നവരാരോ ഉണ്ട്. എൻ്റെ ഒരു ചെങ്ങാതി. സാറ ബെക്കിയെ വിളിച്ചു ധൈര്യത്തോടെ. ബെക്കി, എണീക്ക്. ബെക്കി വാതിക്കൽ വന്നപ്പോൾ തന്നെ സാധനങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു. വരൂ ബെക്കി. ബെക്കി സംസാരിക്കാൻ ഭയപ്പെട്ടു. ഇതൊക്കെ സത്യമായിട്ടും ഉള്ളത് തന്നെയാണ്. ഞാൻ തൊട്ടു നോക്കി. പിന്നെ എന്തോ ഇന്ദ്രജാലം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ രണ്ടുപേരും അന്തം വിട്ടു നിന്നു. മേശമേൽ പുസ്തകത്തിനടുത്ത് വിഭവസമൃദ്ധമായ പ്രാതലും ഒരുക്കിയിരുന്നു. ഭാഗം 13ഉം 14ഉമാണ് ഞാൻ വായിച്ചത്. ഏവർക്കും കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.